പെഹൽഗാമിന് ശേഷം ഇന്ത്യ തങ്ങളുടെ രാജ്യത്ത് വലിയ രീതിയിൽ തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്നാണല്ലോ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. അതിനുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാനും അവരുമായി സഹകരിക്കുന്ന ഭീകരവാദ പ്രസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടല്ലോ. വെറും വിവരങ്ങളല്ല, ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ്, ക്രെഡിബിൾ ഇന്റലിജൻസ് റിപ്പോർട്ട്. അതിൽ നിന്നുമാണ് ഈ വിവരങ്ങളെക്കുറിച്ചൊരു സൂചന കിട്ടുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ മാസം, നവംബർ മാസം സമയത്ത് ഈ ഇന്റലിജൻസ് റിവ്യൂ സംവിധാനമുണ്ട്. ആ സമയത്ത് ആ വർഷം നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അതുവരെയുള്ള ബിൽഡപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ പെഹൽഗാം മോഡൽ ആക്രമണം നടക്കാനുള്ള സാധ്യതയെക്കുറിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും പെഹൽഗാം എന്ന സ്ഥലത്ത് 6 മാസം മുമ്പ് കൃത്യമായ ഒരിടത്ത് ആക്രമണം ഉണ്ടാകുമെന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഈ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് ബൈറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ, അതിൽ നിന്നും ക്രെഡിബിൾ ഇൻഫർമേഷൻ തിരഞ്ഞെടുക്കുക, പ്രതിരോധ നടപടികൾ ഒരുക്കുക, അതാണല്ലോ സർക്കാരിന് ചെയ്യാനാവുന്നത്. അപ്പം അവിടെ ഒരു ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായി എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. കുറേയൊക്കെ അതിൽ സത്യമുണ്ടാകാനും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനകത്ത് ലാഘവത്തിൽ അത് എടുക്കാനാവില്ല. സാധാരണ ഒരു പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, അത് പ്രധാനമായും ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷ് ഇ മുഹമ്മദ്, ഈ 2 സംഘടനകളാണ് പ്രധാനമായും കാശ്മീർ മേഖലയിൽ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നത്. അതുപോലെ ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ, അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളും നുഴഞ്ഞുകയറ്റത്തിൻ്റെ അവരുടെ ആ പേരിലായിരിക്കില്ല, അവരുടെയൊക്കെ ഒരു ഓക്സിലറി യൂണിറ്റുകൾ കാണും. ആ പേരിൽ, പല പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവരുടെ അംഗങ്ങൾ നുഴഞ്ഞുകയറും. വളരെ വളരെ രസകരമായ രീതിയിലാണ് ചെയ്യുന്നത്. ഒരു ഒക്ടോബർ ആയി കഴിയുമ്പോൾ ചെറിയ തണുപ്പാകും, നവംബർ കുറച്ചുകൂടെ ശൈത്യമാണ്, നവംബർ ആയി കഴിഞ്ഞപ്പോൾ ഡിസംബർ കാര്യമായ മഞ്ഞുവീഴ്ച തുടങ്ങും. ആ ഒരു സമയമാണ് ഒക്ടോബർ, നവംബർ, ആദ്യ വാരം ഡിസംബർ. ആ സമയത്താണ് പാക് അധിനിവേശ കാശ്മീരിൽ നിന്നും അവിടുത്തെ ട്രെയിനിങ് സെന്റേഴ്സിൽ പരിശീലനം ലഭിച്ച തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിലേക്ക്, കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ചില താവളങ്ങൾ ഉറപ്പിക്കുകയും അവിടുത്തെ ചില ജനവിഭാഗങ്ങളുമായി ചില ഗ്രാമങ്ങളിലൊക്കെ അവർക്ക് ചില സ്ലീപ്പർ സെല്ലുകളുണ്ട്, അവിടെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സൈലൻ്റായി അവരൊരു 6 മാസം നിലനിൽക്കും. അതിനുശേഷം വൈറസ് പോലെയാണ്, ശരീരത്തിൽ കയറി ഉടനെ തന്നെ അത് പ്രവർത്തിച്ചു കൊള്ളണമെന്നില്ല. അതിനുശേഷം മഞ്ഞൊക്കെ ഉരുകി വസന്തമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ജൂൺ, മെയ്, ജൂണിലൊക്കെയാണ്, അല്ലെ ഏപ്രിൽ, മെയ്യിലൊക്കെയാണ് ഇതൊക്കെ അങ്ങോട്ട് സർഫൊന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് തന്നെയാണ് വർഷങ്ങളായി തീവ്രവാദികളുടെ ഒരു രീതിശാസ്ത്രം. അങ്ങനെയാണ്. അപ്പം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ദിസ് ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, ഇത് നിരന്തരം തുടരുന്ന ഒന്നാണ്. ഇപ്പം ലഷ്കർ, ജയ്ഷെ മുഹമ്മദ് താവളങ്ങൾ, മൊറിക്കയിലെയും ബഹാവൽപൂരിലെ താവളങ്ങൾ തകർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ എല്ലാം ഭദ്രം. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ ജോലി സ്തുത്യർഹമായി ചെയ്തു കഴിഞ്ഞു, കുഡോസ്. അങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയല്ല ഇന്ത്യക്ക്. മാറിയ ഇന്ത്യ അല്ല, അന്ന് അവർക്ക് നട്ടലൊടിയുന്ന അടിയടിച്ചു, എന്നിട്ട് പിന്നെ ഇതെങ്ങനെ തിരിച്ചു വരാൻ കഴിയുന്നു? വൈറസുകളുടെ, ഞാൻ തീവ്രവാദികളെ വൈറസിനോട് മാത്രമേ ഉപമിക്കാൻ കഴിയൂ. വൈറസുകൾക്ക് പൂർണ്ണമായ മരണമില്ല. അവർ പലപ്പോൾ രൂപം മാറും, ഭാവം മാറും. ഒരു ഹോസ്റ്റ് ബോഡി അവർക്ക് ആവശ്യമുണ്ട്. ആ ഹോസ്റ്റ് ബോഡിയാണ് പാകിസ്ഥാൻ. ഞാൻ പാകിസ്ഥാൻ സ്റ്റേറ്റിനെ പോലും അല്ല അവിടെ കുറ്റപ്പെടുത്തുന്നത്. വൈറസ് എന്ന രീതിയിൽ ആ തീവ്ര ഫണ്ടമെന്റൽ വികാരമുള്ള തീവ്രവാദികൾ അവർ പല പേരുകൾ, പല രൂപത്തിൽ, അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അവർ തഴച്ചു വളരും. അനുകൂലമായ അന്തരീക്ഷം എന്താണ്? പാകിസ്ഥാന്റെ ശരീരം വൈറസിന് വളം നൽകുന്നു, ഊഷ്മാവ് നൽകുന്നു, അന്തരീക്ഷം നൽകുന്നു, ഭവനമൊരുക്കുന്നു. അങ്ങനെ തഴച്ചു വളരുന്നത് അടുത്ത ബോഡിയിലേക്ക് കയറുകയാണ്, ഇന്ത്യയിലേക്ക് കയറുകയാണ്. അതിനുവേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത വൈറസുകളാണ്. ആ ഒരു രീതിശാസ്ത്രം നോക്കുമ്പോൾ വീണ്ടും ഈ താവളങ്ങളെ പാകിസ്ഥാന്റെ ഫണ്ടിങ്ങോടുകൂടി തന്നെ, മൊറിക്കയിലെയും ബഹാവൽപൂരിലെയും തകർക്കപ്പെട്ട താവളങ്ങൾ ഇപ്പോൾ പുനഃസൃഷ്ടിക്കപ്പെട്ടിരിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഈ താവളങ്ങളിൽ തന്നെ പൂർണ്ണരൂപം, ഇതൊക്കെ പല രീതിയിലാണ് ഇത് വരുന്നത്. ഇതിനകത്ത് പ്രാർത്ഥനാ മുറികളുണ്ടാകും, ട്രെയിനിങ് സെന്റേഴ്സ് ഉണ്ടാകും, പഠന റൂമുകൾ ഉണ്ടാകും, എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, ആയുധന കല പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം ചേർന്ന കോംപ്ലക്സുകളാണ്, അല്ലേ? ആ കോംപ്ലക്സുകൾ വീണ്ടും സജീവമാകുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ കോംപ്ലക്സിൽ നിന്നും നേരിട്ടല്ല ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടുന്ന് ദുരൂഹമായ ഇടങ്ങളിലേക്ക് പോയി അവിടെ നിന്നും
അതിർത്തി കടന്ന്, അതായത് ഇന്ത്യൻ സൈന്യം. അല്ല, ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരം പല ശ്രമങ്ങളും ഉണ്ടാകും, അതിൽ 99% നമുക്ക് തടയാൻ കഴിയുന്നുണ്ടല്ലേ? ഇപ്പോൾ അത് തടയാൻ കഴിയുന്നുണ്ട്. കാരണം ഇന്റലിജൻസ് ബീഫപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇപ്പം നോക്കൂ, സമാന്തരമായി രണ്ട് ഫ്രണ്ടിലും, വെസ്റ്റേൺ ഫ്രണ്ട് ആൻഡ് ഈസ്റ്റേൺ ഫ്രണ്ട്. വെസ്റ്റേൺ ഫ്രണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൃശൂൽ, അത് പാകിസ്ഥാൻ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. തൃശൂൽ എന്ന് പറഞ്ഞത് എന്താ? 3 ശൂലങ്ങൾ ചേർന്ന, 3 കുന്തമുനകൾ ചേർന്നതാണ് തൃശൂൽ. കരസേന, നാവികസേന, വ്യോമസേന, ഇത് തമ്മിലുള്ള കോർഡിനേറ്റഡ് സിങ്ക്രണൈസ്ഡ് ഓപ്പറേഷൻ. അത് സർക്രിക്ക മേഖലയിലും ഥാർ മരുഭൂമി, രാജസ്ഥാനിലെ ഥാർ മരുഭൂമി, ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലും അവിടെ കരവ്യോമ നാവിക സേനകളുടെ സംയുക്ത അഭ്യാസം. ഥാർ മരുഭൂമിയിൽ സൈനികത്തിന്റെ, അതായത് വ്യോമസേനയുടെയും കരസേനയുടെയും ആണെങ്കിൽ, സർക്രിക്ക മേഖല, കടലുകൂടി ഉൾക്കടൽ ഉൾപ്പെടെ ഉള്ള മേഖലയിൽ നാവികസേനയും വ്യോമസേനയും ഉൾപ്പെടുന്ന യൂണിറ്റുകൾ, ആംഫിബിയൻ യൂണിറ്റ് ഉൾപ്പെടെ സജീവമായി പ്രവർത്തിക്കുന്നു. 10-ാം തീയതി വരെ, നവംബർ മാസം 10-ാം തീയതി വരെ. കൃത്യം 11-ാം തീയതി മറ്റൊരു ഓപ്പറേഷൻ അരങ്ങേറുന്നു. ചൈനീസ് ബോർഡർ. ചൈന പറയുന്നത് നമ്മുടെ അരുണാചൽ പ്രദേശ്, ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് തെക്കൻ ടിബറ്റ് ആണ് എന്നാണ് പറയുന്നത്. സതേൺ ടിബറ്റ്, ചൈനയുടെ കയ്യിലുള്ള ടിബറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് പൂർവ്വ പ്രചണ്ഡ് പ്രഹാർ എന്നുള്ള രീതിയിൽ ആ ഒരു കോഡിനെ വിട്ടുകൊണ്ട് 11-ാം തീയതി മുതൽ ഇതങ്ങോട്ട് തൃശൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കിഴക്കൻ മേഖലയാണ്. അപ്പം ഇന്ത്യ ചൈനയ്ക്കും പാകിസ്ഥാനും കൊടുക്കുന്ന ഒരു സന്ദേശം, കൃത്യമായ സന്ദേശം, റെഡിനെസ്, പ്രിപ്പയർഡ്നെസ്, മിലിറ്ററി വയബിലിറ്റി ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് കാശ്മീർ മേഖലയിൽ പ്രത്യേക സൈനിക സന്നാഹങ്ങളില്ല, ഇത് രണ്ടും പരസ്യമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ രഹസ്യമായി കാശ്മീർ മേഖലയിലെ സുരക്ഷ ഒരു വീഴ്ചയും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വളരെ കുറവാണ് തീവ്രവാദ ആക്രമണങ്ങളുടെ തോത്. ഇപ്പം ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് നടന്ന ഈ പഹൽഗാം ആക്രമണം ഒറ്റപ്പെട്ടൊരു സംഭവമാണ്. നിരന്തരം നടക്കുന്ന ആക്രമണങ്ങളെല്ലാം ഓർക്കണം. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഏറെ മരണം സംഭവിച്ചത് കൊണ്ട് തീർച്ചയായും അത് ലാപ്സാണ്. ഒരു സംഭവം പോലും നടക്കരുത്, അതാണല്ലോ ഇന്ത്യയുടെ ഒരു ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ ജാഗരൂകരായി ഇന്ത്യ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതൊന്നും ഈ അതിർത്തിയിൽ നടക്കുന്ന സൈനിക നാം ഈ 370 വകുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ ആക്രമണങ്ങൾ കുറവായിരുന്നു. പിന്നീട് അവിടെ ഒരു സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം നിരന്തരം ആക്രമണം വരുന്നു. ആക്രമണം ഒരു പരിധിവരെ ഫലിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ട കണക്ക് വന്നപ്പോൾ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത് ജമ്മു കാശ്മീരിൽ നടപ്പിലാക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടോ? ഈ ഇന്ത്യയുടെ ഈ ഫെഡറൽ വ്യവസ്ഥ വലിയൊരു സാധ്യതയാണ്. അതേസമയം ഒരു ഫെഡറലിസം ആ രൂപത്തിൽ ചില പ്രദേശങ്ങളിൽ നിലനിർത്തുന്നത് വളരെ വലിയൊരു വെല്ലുവിളിയുമാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ. ഇവിടെ കാശ്മീർ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷവും ജമ്മു മേഖലയിൽ ഹിന്ദു ഭൂരിപക്ഷവും, അവിഭക്ത ജമ്മു ആൻഡ് കാശ്മീരിലെ ലഡാക്ക് ഭാഗത്തെ ബുദ്ധിസ്റ്റ് ഭൂരിപക്ഷം. അപ്പോൾ ഈ 3 മേഖലകളും കൾച്ചറലി കുറേയൊക്കെ വ്യത്യസ്തമാണ്. ഇത് എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് അവിഭക്ത ജമ്മു ആൻഡ് കാശ്മീർ. ഇതിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഒരു നിയന്ത്രണം, നേരിട്ടുള്ളൊരു ഒബ്സർവേഷൻ, സംസ്ഥാനത്തോട് ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിൽ സംസ്ഥാന പോലീസിന്റെയും സംസ്ഥാനത്തെ സേനാ വിന്യാസത്തിന്റെയും എല്ലാം ഇത് കോർഡിനേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കേന്ദ്രം നേരിട്ട് ഇടപെട്ടപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഇതുപോലെ തീവ്രവാദ ആക്രമണങ്ങൾ പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രതിരോധം ഒരുക്കിക്കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് അവിടെ ഇല്ല. അവിടെ കേന്ദ്രമാണ്, സംസ്ഥാന ലഫ്റ്റനന്റ് ഗവർണറാണ് അവിടെ ഭരണം നടത്തുന്നത്. പക്ഷെ ആ സംവിധാനം മാറി കുറച്ചുകൂടെ ഫെഡറൽ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് സംസ്ഥാന പദവി അത് തിരിച്ചു കൊടുക്കണം, പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണമെന്ന ഡിമാൻഡ് ഇവിടെ നിൽക്കുന്നു. ഇപ്പോൾ സംസ്ഥാന നിയമസഭയുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ആക്രമണങ്ങൾ അവിടെ കൂടുന്നു. അതുകൊണ്ടാണ് ഈ ലഡാക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു രൂപത്തിലാണ് വരുന്നത്. വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്ന മറ്റൊരു രൂപത്തിലാണ്. അവിടെ ജൻസി പ്രക്ഷോഭം, ജൻസി ആണ് എന്ന് കൃത്യമായി നമുക്ക് തിരിച്ചറിയാനാവില്ല, പക്ഷേ ആ ലൈനിൽ തന്നെയാണ്. അവിടെ ചില വിഷയങ്ങളുണ്ടായി, അവിടെ കേന്ദ്രവിരുദ്ധമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. ആ ഭാഗം അസ്ഥിരപ്പെടുത്തേണ്ടത് ഭാരതത്തിന് പുറത്ത് നിൽക്കുന്ന ചില ശക്തികളുടെ ആവശ്യമായി വരുന്നു. ഈ അങ്ങനെ അസ്ഥിരപ്പെടുന്ന ഒരു സമയത്ത് ആ ശ്രദ്ധ മുഴുവൻ ജനസി പ്രക്ഷോഭത്തിലേക്കും ആഭ്യന്തര വിരുദ്ധമായ പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ വരുമ്പോൾ ആ മറവിലാണ് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം. അവർ ഉടനെ ഒന്നും ആക്രമിക്കില്ല. അവർ മാസങ്ങളോളം വെയിറ്റ് ചെയ്തതിനു ശേഷം തക്കം കിട്ടുമ്പോൾ നിസ്സഹായരായ ജനങ്ങളുടെ മേൽ ആക്രമണം. പഹൽഗാമിൽ നോക്കൂ, എങ്ങനെ മുൻകൂട്ടി അറിയാനാവും? നിസ്സഹായരായ ജനങ്ങളാണ്. വേണമെങ്കിൽ സുരക്ഷ അവിടെ തുറന്നു കൊടുക്കുന്നതിന് മുൻപ്, ആ ഉദ്യാനം തുറന്നു കൊടുക്കുന്നതിന് മുൻപ്, ആ പുൽമേട തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകാമായിരുന്നു. അതാണ് എൻ്റെ സുചിന്ത അഭിപ്രായം. അതിൽ വീഴ്ച തന്നെയാണ്.
പക്ഷേ എത്രത്തോളം എവിടെയെല്ലാം മാർക്കറ്റ് പ്ലേസിൽ എത്ര സുരക്ഷ നമുക്ക് ഒരുക്കാനൊക്കും? ഒരു ചന്ത സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്രത്തോളം സുരക്ഷ ഒരുക്കാനാവും? അപ്പോൾ സോഫ്റ്റ് ടാർഗറ്റുകളെയാണ് ടൂറിസ്റ്റുകൾ, യാത്രക്കാർ, അല്ലേ, മാർക്കറ്റിൽ വരുന്നവർ, അങ്ങനെയുള്ള സോഫ്റ്റ് ടാർഗറ്റിനെയാണ് ടെററിസ്റ്റുകൾ ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ജയ്ഷെ മുഹമ്മദിൻ്റെയും ഒക്കെ ആളുകൾ കേന്ദ്രം നോട്ടമിടുന്നത്. തുടർന്നും പാകിസ്ഥാന്റെ സഹായം, അദൃശ്യമായ സഹായമുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഉടനടി വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടം സ്റ്റേജ് 2 അത് അൺട്രാവൽ ചെയ്യും. അത് പോളിസി, ഡിക്ലെയർ പോളിസിയാണ്. അക്കാര്യത്തിൽ നിർത്തിവെച്ചിട്ടില്ല. ഇപ്പോഴും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ കേന്ദ്ര സർക്കാരും നമ്മുടെ പ്രതിരോധ മന്ത്രി, പ്രധാനമന്ത്രി ഒക്കെ പറയുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ തുടരും. അതുകൊണ്ട് തുടരുന്നതോട് മാത്രം സമ്മർദ്ദം അവസാനിക്കുന്നില്ല. പക്ഷേ ജാഗരൂകമാണ്. ഒരു ആക്രമണം തടയുന്നതിനാണ്, പ്രത്യാക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ ആക്രമണ സാധ്യത തടയുന്നതിലാണ് സർക്കാരിൻ്റെ മിടുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.